है मेरी दास्तां, जागे हैं हम सोए तुम भी कहाँ, धुंधले से हैं कागज पर वो निशान, कैसी है ये दास्तां मेरे लबों पे लिखा तेरे खतों का पता, जालिम ज़माने से भी छुपने से भी वो ना छुपा, मेरे लबों पे लिखा तेरे खतों का पता, जालिम ज़माने से भी छुपने से भी वो ना छुपा। गलियों में नहीं जहां, भीड़ में जब खोया था तेरा और मेरा जहां, दिल में थे वो दिल ही में रह गए, लफ्ज़ जो कहने थे तुम्हें ना जाने का कहानी बन गए, कहानी ही रह गए मेरे लबों पे लिखा तेरे खतों का पता, जालिम ज़माने से भी छुपने से भी वो ना छुपा, पे लिखा तेरे खतों का पता, जालिम ज़माने से भी छुपने से भी वो ना छुपा। Watch the air turn as you breathe. Yellow morning feeling up your eyes, waking up the life in me. Yellow morning feeling up your eyes, waking up the life in me. Set my soul on fire, you pull my heartbeat toward the sun. You give me new eyes open, you call my heartbeat into love. There's a quiet moving in your wings, it's a peace I've never known. Build my anchor, throw it in your wings, slow it down and call you home. You set my soul on fire, you pull my heartbeat towards the sun. Eyes open, you call my heartbeat into love.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരങ്ങളും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രവേശിക്കരുത്. തിന്മപ്പെട്ടവർ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകും. നിന്റെ വയറ്റിലെ ഫലമായി നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ള കന്യകമർദ്ദം മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. സർവശക്തനായ ദൈവമേ തിരുമുൻപാകെ കുടുംബത്തോടൊന്ന് ചടിങ്ങൾ കൂടിയത് നിന്റെ കാരുണ്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നത്. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നിന്റെ രക്ഷാകരമായ അനുഗ്രഹങ്ങളെയും അടിയങ്ങൾ ഓർക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ച സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും സഹായിക്കണം. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല കുടുംബ ബന്ധങ്ങളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിന്റെ സ്നേഹത്തിലും പ്രാർത്ഥനയിലും ക്രമീകരിക്കാൻ തക്കവണ്ണം സഹായിക്കുന്നതാണ്. മനുഷ്യൻ ഒന്നായി തീർന്ന് ആണും പെണ്ണും ഒന്നായി തീർന്ന് ക്രമീകരിക്കാൻ തക്കവണ്ണം കുടുംബ സംവിധാനങ്ങളിൽ നീ ഞങ്ങൾക്ക് കൃപകളെ നൽകിയിരിക്കുന്നു. കർത്താവേ ഇവർ ഒന്നായി തീർന്ന് ഇവരുടെ ജീവിതം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്കും ഇടയാകണം. നിന്റെ മഹത്വത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെയും ബലപ്പെടുത്തും. ഇതുമൂലം ഒന്നായി തീരുന്ന ഇരു കുടുംബങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവേ ആഴമായ ബന്ധങ്ങളിലേക്കായി വരുവാൻ ഞങ്ങൾക്ക് സഹായിക്കണം. സന്നിഹിതമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ എല്ലാ നല്ല സമർപ്പണങ്ങൾക്കും അവിടുന്ന് പ്രതിഫലം കൊടുക്കുകയും പരസ്പര പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ കൂതാശകളും ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി തീർന്നു നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും സംഗതിയാണ്. മാതാവിൻ്റെയും പരിശുദ്ധരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് തന്നെയാണ്. കർത്താവെ ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഒരു അബ്രഹാമി ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമുള്ളതായി ആയത് സകലതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും തിരുനാമ മഹത്വത്തിനായി തീരുമാറാകണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധയാത്മാവിൻ്റെ സാന്നിധ്യവും നിറവും ഈ ഭവനത്തിലും കുദാശിക്ക് ഒരുങ്ങുന്ന മകൻ്റെ മേലും മകളുടെ കുടുംബം ഇരു കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ യാത്രകളോടും വന്നു ചേരുവാനുള്ളവരുടെ മേലും സകലത്തിന്മേലും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. हम चले जाए तो सोचना खुद ही को खुद ही तुम कोसना आएंगे ना फिर कभी आएंगे ना फिर कभी
तेरे उस आंगन में आएंगे ना फिर कभी दिल को यूं बहलाने। हम चले जाए तो सोचना खुद ही को खुद ही तुमको सुना आएंगे ना फिर कभी तेरे उस आंगन में आएंगे ना फिर कभी दिल को यूं बहलाने। He said, let's get out of this town, drive out of the city, away from the crowds. I thought heaven can't help me now, nothing lasts forever. But this is gonna take me down. He's so tall, handsome as hell. He's so bad, but he does it so well. I see the end as it begins. My one condition is, say you'll remember me, standing in a nice dress, staring at the sunset, babe. Red lips and rosy cheeks. Say you'll see me again, even if it's just in your wildest dreams. Wildest dreams. I said no one has to know what we do. His hands are in my hair, his clothes are in my room, and his voice is a familiar sound. Nothing lasts forever, but this is getting good now. He's so tall, handsome as hell. He's so bad, but he does it so well. And when we've had our very last kiss, my last request is, say you'll remember me, standing in a nice dress, staring at the sunset, babe. Red lips and rosy cheeks. Say you'll see me again, even if it's just in your wildest dreams. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും. തൻ്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതിയും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു.
സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ബലഹീനരും പാപികളുമാകുന്ന അടിയങ്ങൾ തിരുസനയിൽ ഒന്നിച്ചോട് നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടോ മൂന്നോ പേർ തിരുനാമത്തിൽ കൂടും തോക്കി അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിന്റെ കൃപയിൽ ശക്തിപ്പെട്ടു വരുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണം. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതയാത്രയിൽ ഓരോ ആവശ്യങ്ങളിലും ഓരോ അവസരങ്ങളിലും ഞങ്ങളെ കൂടെ ഞങ്ങളെ വഴിക്കുകയും നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന വലിയ കൃപയെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രപഞ്ചത്തെ അവിടെ നിന്ന് സൃഷ്ടിക്കുകയും മനുഷ്യനെ അതിൽ സൃഷ്ടിച്ചാക്കുകയും അവന് കുടുംബമായി ജീവിക്കാനുള്ള നൽവരങ്ങളും വരങ്ങളുമൊക്കെ അവിടെ നിന്ന് നൽകിക്കൊടുത്തെന്ന് ഞങ്ങൾ അറിയുന്നു. വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന ഈ മകളെയും അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മകനെയും തിരുമുമ്പാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈവകൃപയും ദൈവപരിജ്ഞാനവും ഈ മകൾക്കും മക്കൾക്ക് ഒരുക്കപ്പെട്ട മകനും നൽകിക്കൊടുക്കുവാറാകണമേ. ഇവിടെ ജീവിതയാത്ര എത്ര നാളും ചൊരിഞ്ഞു കൊടുത്ത കൃപയെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവകൃപ ലഭിക്കാൻ മുഖാന്തരമായിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പുരോഹിതന്മാർ, ഗുരുക്കന്മാർ ഓരോരുത്തരുടെ കടമയും കടപ്പും മനസ്സിലാക്കിക്കൊണ്ട് അനുഗ്രഹീതമായി ജീവിക്കാൻ ആവശ്യമുള്ള ദൈവകൃപ ദൈവപരിജ്ഞാനം നൽകിക്കൊടുക്കുവാറാകണമേ. അനുകൂല സാഹചര്യങ്ങളെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും എൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നതിനും പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ കൃപയിൽ അഭിമുഖീകരിക്കുന്നതിനും അവ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ദൈവകൃപയും ദൈവപരിജ്ഞാനം നൽകി കൊടുക്കുവാറാകണം. നമുക്ക് മധുവികാസ സുരക്ഷയിൽ എവിടെ യാത്രയൊക്കെ എൻ്റെ കൃപ ഉണ്ടായിരിക്കുമെന്ന് എൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് അവിടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അവരെ നീ വഴി നടത്തിയത് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ മകളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് വഴി നടത്തുവാറാണമേ. ദൈവകൃപയിൽ പരിപാലിക്കണമേ. പരീക്ഷണങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കുമാറാകണമേ. ഇപ്പോൾ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ കൃപയിൽ ആശ്രയം ജീവിക്കാൻ ഈ മക്കളെ എന്നെ ഇവിടെ സഹായിക്കണമേ. കല്യാണ വിരുന്നിലേക്ക് ചൊല്ലി ചെന്ന് കടന്നു വയ്ക്കുകയും ജീവിതത്തെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കണമെന്ന് താഴ്മയുടെ അപേക്ഷിക്കുന്ന കേൾക്കുകയും ചെയ്യുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവേദനയുടെ കൃപയും നടത്തുന്ന പരിസരക്കാരുടെ സംബന്ധവും സഹവാസവും രാജ്യത്തിൽ കടമ്പ നിയമങ്ങളുടെ കൂടിയും വേണ്ടി ഒരുക്കപ്പെട്ട മകനോടുകൂടി ഇരു കുടുംബങ്ങളുടെ കൂടി നടക്കുമ്പോൾ ശുശ്രൂഷയോടുകൂടി ഇതിൽ അല്പമായിട്ടും അധികമായി സംബന്ധിക്കുന്ന എല്ലാ പ്രയോഗത്തോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Take me tonight, take me forever. Time is no worry anymore. Our friendship became my favorite adventure, and 4 years has made me yours. To have and to hold your beautiful soul, forever mine. Beautiful bride, our story unfolds, a series of moments tied together by the love that we share. The future untold, a tale to be written, the rest of our lives to explore. To have and to hold your beautiful soul, forever mine.
beautiful bride. Our story unfolds, a series of moments tied together by the love that we share. The future untold, a tale to be written, the rest of our lives to explore. To have and to hold your beautiful soul, forever mine. Beautiful bride. And when we grow old, with only our memories, I will still believe. Again and again, I will choose you to be the only one for me. I'll take you tonight, I'll take you forever. Time is no worry anymore. Our friendship became my favorite adventure, and 4 years has made me yours. To have and to hold your beautiful soul, forever mine. Beautiful bride. To see within is to feel without a light. Who'd have thought that we break the things we like? To find a stone just to bounce across a pond. It's the path that makes, there's a clue to where the songs. The light comes in the dead of the night. The sentry calls like a photograph with light. There it comes in the dead of the night. The sentry calls like a photograph with light. To live without is to live under a spell. Who'd have thought that would turn our home to hell? To find a bone and to float it down the stream. It's the path it takes, that's a clue to many dreams. The light comes in the dead of the night. The sentry calls like a photograph with light. The world caught under yellow sodium lights. We caught the air like a memory of night. The air it comes in the dead of the night. The sentry calls like a photograph with light. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്റെ
അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്തെന്നാൽ ബലികൾ നീ മനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ പെരുതാൽപ്പുള്ള ആത്മാവാകുന്നു, ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ഓശോ Amen.
സദാ നേരത്തിലും ഇടപെടാതെ കരയിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ജാതിപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരായി തീരുകയും അശുദ്ധാഭിശാചിയുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ ജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. തന്റെ ദാസരുടെ മോദനവാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലുകന്യാമോ സ്വത്മായ മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, ജ്ഞാനശ്വരമായ വെളിപ്പുള്ള പൂർവനും അനാനന്ദമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വവസ്ത്രം അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹം ചെയ്ത് നടത്തി. അതിനെ നിനക്ക് വസ്ത്രവും മധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ നിലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന്റെ മോദനമായിട്ട് വെടിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് അതിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിനെ നൽകിയ നഗരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീമാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുമാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവ അനുഗ്രഹങ്ങളാൽ ഈ മോദനങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളൻ പുത്രിയായ മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുമാനിക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ വരെ അലങ്കരിക്കുകയും ഈറന്മാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയുടെ വില അനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, സന്നിധിനെ കൊണ്ടുതയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവമ്പാല നിന്ന് ഇടപെടാതെ നിന്റെ പിതാവിനെ പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുവാറാകണമേ. പാർക്കുമോ ഹോശോ വപുല ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. She
തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷം പൂർത്തിക്കാം. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നതുപോലെ ഈ വന്ധ്യപിതാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധർക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. പാറയ്ക്കുമോർ മോശോ അക്കുല ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിഭാവനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സൂയാലികളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ.
ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആതുരരായ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, വിവാഹ കൂദാശയിൽ കൂടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വാത്സല്യ മക്കൾ, മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഭവനത്തിൽ വെച്ചെടുത്ത എല്ലാ തീരുമാനങ്ങളും മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയോടുകൂടി ഇവിടെ സമാപിക്കുകയാകുന്നു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. സ്വർഗത്തിൽ നിന്ന് കിരീടമിറങ്ങി ഈ മണവാളനെയും മണവാട്ടിയെയും അനുഗ്രഹിക്കുന്ന ഒരു കർമ്മമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു തമ്പുരാൻ എഴുന്നള്ളി അവിടുത്തെ കുറവുകളെ പരിഹരിച്ച ദൈവം ഈ കല്യാണ ഭവനത്തിലും എഴുന്നള്ളി ഇവരുടെ കുറവുകളെ പരിഹരിച്ച് പച്ചവെള്ളത്തെ മേൽത്തരമായി വീഞ്ഞാക്കി മാറ്റിയതുപോലെ വ്യത്യസ്ത കുടുംബങ്ങളിൽ കഴിഞ്ഞിരുന്ന 2 കുഞ്ഞുങ്ങളെ ഒരു കുടുംബജീവിതത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന വലിയ ദൈവകൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മലങ്കര സഭയുടെ പിതാക്കന്മാരുടെയും ബലഹീനായ അടിയന്റെയും വന്നുചേർന്ന എല്ലാ എൻ്റെ വൈദിക ശ്രേഷ്ഠരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനകളും ആശംസകളും ഈ അവസരത്തിൽ നിങ്ങൾക്ക് നേരുന്നു. God has united you, husband and wife, from this day. ഇന്നു മുതൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. So you are no longer 2 but 1. നിങ്ങൾ 2 അല്ല, ഒന്നാകുന്നു. സയൻസ് പ്രകാരം നോക്കുമ്പോൾ 1 + 1 = 2 എന്നാൽ ഇവിടെ 1 കൊടുക്കുമ്പോൾ വീണ്ടും ഒന്നായി തീരുന്നു എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയേക്കാൾ വലുതല്ല, ഭാര്യ ഭർത്താവിനേക്കാളും വലുതല്ല. എന്നാൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മോളെ നിന്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് ഇസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ബിഗ് റെസ്പോൺസിബിലിറ്റി. വളരെ ഉത്തരവാദിത്തമുള്ള ജീവിതം കുടുംബജീവിതം. അത്ര എളുപ്പമുള്ള ജീവിതമല്ല കുടുംബജീവിതം. സന്യാസവും പ്രയാസമാണ്, കുടുംബജീവിതവും പ്രയാസമാണ്. ഇവിടെ നിൽക്കുന്ന അച്ചായന്മാരും അമ്മായിമാരും ചോദിച്ചാൽ മതി, അവർ പറയും കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ തിരുമേനി, ഈ സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയ ഈ സ്ത്രീയുടെ കാര്യമല്ല പറയുന്നത്, ഇവിടെ നിൽക്കുന്ന മറ്റ് സ്ത്രീകളെ പറ്റി പുരുഷന്മാർ പറയുന്നതാ. സ്ത്രീകളുടെ കഴുത്തിൽ താലി കെട്ടിയ കാലം മുതൽ എനിക്ക് ഉറക്കമില്ലേ? ഉറക്കമില്ലാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. പരസ്പരം വിശ്വാസത്തോടും സ്നേഹത്തോടും ഐക്യമത്യത്തോടും കൂടി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകില്ല. ഈ മണവാട്ടി അവളുടെ മാതാവിനെയും പിതാവിനെയും വിട്ട് മോനെ നിന്നോട് ചേർന്നിരിക്കുന്ന അവസരത്തിൽ അവളെ പ്രീതിപ്പെടുത്തുകയും അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിന്റെ കുടുംബജീവിതത്തിലുണ്ട്. നിന്റെ കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നിന്റെ ഭാര്യയ്ക്ക് ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് നാളെ മുതൽ നല്ല രുചികരമായ ഭക്ഷണം പാചകം ചെയ്തു വരുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും. ആ അവസരത്തിൽ നിരാശപ്പെട്ടു പോകാതെ നിന്നെ എനിക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാണെന്നൊക്കെ വല്ലപ്പോഴും ഒക്കെ അമ്മ കേൾക്കരുത്. ഭാര്യയുടെ ചെവി മാത്രമേ പറയാവൂ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കണം. അങ്ങനെ പറയുന്നുവെങ്കിൽ ആലുക്കാസിലോ പാർത്താസിലോ സീമാട്ടിയിലോ ഭീമായിലോ ഒന്നും പോകണ്ട. ഒരു 5 ലക്ഷം രൂപ പോക്കറ്റിലിരിക്കും. പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുവാനുള്ള ഇടം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിനക്ക് നന്മ വരുവാനും ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും 2 പേരും അവരവരുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, കരുതണം. പുറകോട്ട് ചിന്തിച്ചു നോക്കി അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ കാലഘട്ടം ഒരു പോറൽ പോലും സംഭവിക്കാതെ, ഒരു ടെൻഷൻ പോലും ഇല്ലാതെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സുഖകരമായ ജന്മം തന്ന്, ആരോഗ്യം തന്ന്, വിദ്യാഭ്യാസം തന്ന് ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ
നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം മക്കളെ നിങ്ങളുടെ ജീവിതത്തിലുള്ള നാളെ നിങ്ങളും മാതാപിതാക്കന്മാരാകേണ്ടവരാണ്. നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ തരുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഉള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാവുന്നു ചെയ്യുന്നത്. നിങ്ങളുടെ അയൽവാസികൾ ആരുമായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആകട്ടെ, അല്ലെ പാഴ്സി ആകട്ടെ, ആരുമായിക്കോട്ടെ, അവർക്ക് പറയാൻ കഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന്. ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം വാത്സല്യ മക്കളെ നിങ്ങൾക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. ഇപ്പോൾ കിരീടം വാഴുന്ന ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുന്നു. മണവാട്ടി തറയിലണിഞ്ഞിരിക്കുന്ന മൂടുപടം പുറകോട്ടടിച്ചു. ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനുമിടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിക്കുമാറാകണമേ. ഓശോ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുവാനാകണമേ. Yeah.
സ്വയംഭൂ മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അനാദ്യന്തമായ വചനവും തൻ്റെ ബഹുലമായ കാരുണ്യ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയവ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ അറിയുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലന്യോമോ സ്വതഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്ണീയമായ തൻ്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയവിനാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയവിൻ്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാകുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരും ആയി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയിട്ടുന്നു. ഹോശോ ബബുകൂല Vasa
സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയെ നിറഞ്ഞതായ ഇവരുടെ മേൽ അവസിപ്പിക്കണമേ. ആത്മീയമായ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളുടെ വിവരത്തിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ Magara Sanu, Magara Saraya.
വാസ്തവം അറിയാം. ഓലെന്തിനോ യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദ്ദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശു തമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ആദ്യം സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്നവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശു തമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യം ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശു തമ്പുരാനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Veiled in glory.
പരാജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. കരുണയുള്ള വലതു കൈവന്ന നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകിൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവീരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.
നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഓശോ വകുല സുബാനമുൽമീ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യനായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേ ശിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവകീയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്യപിതാവ് നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. ഈ വന്യപിതാവും പട്ടക്കാരും ക്ഷമാശന്മാരും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീയതയായ മാതാവും ദൈവജന്യയുമായ വിശുദ്ധ കന്യകമർത്തുവരെയാകട്ടെ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവേ ശിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പി. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
സത്യം ദൈവത്തിന്റെ ഏകപുത്രനും പാപമോചനത്തിനുള്ള മാമോദീസ രാജമകൾ നിർമ്മലമായ രാജഭാമിനിയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ വാഗ്ദാസി ഞങ്ങളോടൊപ്പം സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോടെ ആത്മാക്കൾക്ക് പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. വന്യപിതാവിന്റെ അനുവാദത്തോട് ഓർമ്മിപ്പിക്കുന്നു. വിവാഹ കൂദാശ ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ നവദമ്പതികൾക്ക്
ഈ ഇടവകയുടെ ഉപകാരം അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നൽകുന്നു. Do you remember back on the first night, shoulder to shoulder, playing the piano in my room? Oh, I do. We started drinking and I told your best friend that I had a feeling one day I was gonna marry you. I already knew. Now you're dressed in white and you're walking towards me. I can't believe my eyes. I'm staring at the rest of my life. I'm a mess inside, 'cause we've come so far, and after all this time I finally get to call you my wife. Two words keep playing in my head. Lucky me, I get to marry my best friend. I'm holding back tears now, it's so clear now. Everything I ever did led me to you. To this moment in this room, you are the rhyme and you are my reason. I can't believe I get to love you like I do. Yeah, it's forever me and you. And now you're dressed in white and you're walking towards me. I can't believe my eyes. I'm staring at the rest of my life. I'm a mess inside, 'cause we've come so far, and after all this time I finally get to call you my wife. Two words keep playing in my head. Lucky me, I get to marry my best friend. You're my best friend. Everyone's got something, something no one else can do, something no one else can see. And I want you, want you to know, all I have is you, all I need is you, all I want is you. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ദൈവമേ, ഇന്ന് വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ എപ്പോഴും നിന്റെ കൃപ കൂടെ ഇരിക്കണമേ. സൗഭാഗ്യകാലങ്ങളെയും അനുഗ്രഹിക്കപ്പെട്ട സംവത്സരങ്ങളെ നൽകണമേ. എല്ലാ കൃപകളാലോട് ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. തന്നിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷണമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയത് പിതാവിന്റെ പുത്രന്റെ ക്രിസ്തുവായ നാമത്തിൽ തന്നെ. First, I would like to invite Jeremy's mother to light the lamp.
You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am all through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam naan sutta vendum. Faces with smiles all around. In the vahanam naan paakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am all through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I feel numb and cold inside. I can't breathe any longer, but I'll be there by your side. No, we're in this together. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I'm holding on to see you strong. It's all that I desire. And in my heart I fantasize. We raise our wings like fire.
Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. मानती है मेरी बातें जब कहूँ मैं तुझसे आके, तेरे सिवा ना कोई था है ना ही रहेगा दिल में आके। इस कदर जो मुझको जाने पहचाने, ना जाने मेरा मन क्यों है बहका, मुझसे है कहता तू है जहाँ है मेरी दुनिया भी वही। दिल ये बेसब्र पड़ा है तेरे पीछे पड़ा है, जाने ना क्या हुआ है तेरे दीवाने को। मेरी बातें न माने, ढूंढे मिलने के बहाने, देती बेवजह तू ताने तेरे दीवाने को। तो मैं पहले भी खोया खोया रहता था, जब से है देखा तुझे हुआ पूरा पागल। मेरा दिन भी तू, मेरी शाम तू, मेरे बारिशों का तू बादल। मैं जानता नहीं मानता नहीं प्यार सभी कुछ होता, पर वादा है मेरा बहने दूं मैं ना तेरी आंखों का काजल। ये तेरा दीवाना जाना तुझसे है कहता, तू है जहाँ है मेरी दुनिया भी वहीं।
തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം So why did you take my heart away? This love, just a winter ahead. And even the gin couldn't keep us still. This love, maybe it will. This night will swallow us in. What I wouldn't do just to be with you. What I wouldn't do just to be with you. What I wouldn't do just to be with you. What I wouldn't do just to be with you. चाहने वाले बहुत होंगे तेरे, पर मैं कर बैठा हूँ तुमसे दिल लगाने का ही सारा इंतजाम। करते हैं इंतजार बात के मिल जाए मेरी आँखों को भले ही छोटी सी झलक। रहना दो रहना दो माना हूँ तुमसे रहना दो रहना दो। अच्छा हूँ नहीं मैं पहली मुलाकातों में, मेरा क्या कसूर। नजरें झुकी जब तुमसे मिली, आंखें बयां करती मेरी तेरे संग ही देखो जहाँ, जरूरत किसी और की रहना दो रहना दो। अच्छा हूँ नहीं मैं पहली मुलाकातों में, मेरा क्या कसूर। अच्छा हूँ नहीं मैं पहली मुलाकातों में, मेरा क्या कसूर। अच्छा हूँ नहीं मैं पहली मुलाकातों में, मेरा क्या कसूर।